പിറവം മണ്ഡലത്തിലെ വികസന മുരടിപ്പെന്നാരോപിച്ച് എൻഡിഎയുടെ നേതൃത്വത്തിൽ എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 14 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അനൂപ് ജേക്കബ് പഴയ പദ്ധതികൾ പോലും പൂർത്തിയാക്കുന്നില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് പി സജീവ് ആരോപിച്ചു. പള്ളിക്കവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എംഎൽഎ ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. 4 വർഷം മന്ത്രിയായും 10 വർഷം എംഎൽഎ ആയും മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അനൂപ് ജേക്കബ് എംഎൽഎയുടേത് വികസന വിരുദ്ധ സമീപനമെന്ന് ആരോപിച്ചുകൊണ്ടാണ് എൻഡിഎ പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എംഎൽഎ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പിറവം പള്ളിക്കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് എംഎൽഎ ഓഫീസിന് മുൻപിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ബിജെപി ചോറ്റാനിക്കര മണ്ഡലം പ്രസിഡന്റ് ടി.കെ. പ്രശാന്ത് സ്വാഗതവും പിറവം മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി അധ്യക്ഷതയും വഹിച്ചു. ഒരു വണ്ടിയിൽ ഒരു ആപ്പ നിറച്ച് 6-4 ഫ്ലെക്സ് ബോർഡുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഈ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ അന്നേരം അവരോട് വളരെ കൗതുകപൂർവ്വം ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എംഎൽഎയുടെ ഒരു ബോർഡ്, എംഎൽഎയുടെ ബോർഡാണ് ഈ വണ്ടി നിറച്ച്. ഈ കാവുങ്കട, അതുപോലെ കാവുങ്കടയിൽ നിന്നും അഞ്ചൽപ്പെട്ടിക്ക് വരുന്ന വഴിക്ക് അതിലെഴുതിയിരിക്കുന്നത് 5 കോടി രൂപ അനുവദിച്ചു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ ബോർഡ് അവരുടെ ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് മുകളിൽ നിന്ന് തന്നിരിക്കുന്ന ഒരു നെറേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരെ ഉദ്ദേശിക്കുന്നത്. വണ്ടിക്കാരൻ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. കൂടെയുള്ളത് ഏകദേശം ഒരു 3ഓളം വരുന്ന ബംഗാളി പയ്യന്മാരാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. രാത്രിയുടെ മറവിൽ മണ്ഡലത്തിന്റെ വിവിധ റോഡുകളുടെ സൈഡുകളിലൂടെ 5-10 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്ന ബോർഡുകൾ വയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ എംഎൽഎയുടെ ഒരു വിനോദമായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം ഈ ഇലക്ഷൻ കഴിയുന്നതിന് ശേഷം ഈ ബോർഡുകളെല്ലാം ബംഗാളികളെ വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് മാറ്റുകയാണ്. അല്ലാതെ ഈ വർക്കുകളൊന്നും ഇവിടെ നടക്കുന്നില്ല. പ്രതിഷേധ യോഗം ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി സജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിന്റെ മണ്ണില് വികസന മുരടിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയില് അങ്ങനെ നിൽക്കുന്ന ഈ കേരളത്തിന്റെ ഈ മണ്ണില് അതാത് മണ്ഡലങ്ങളില്, അസംബ്ലി മണ്ഡലങ്ങളില് എംഎൽഎമാർ എന്തു വികസനം നടത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ജനകീയ വിചാരണ നടത്തുവാൻ കഴിയുന്നതിന്റെ ആദ്യത്തെ സമരമായിട്ടാണ് ഇത്തരത്തിൽ എംഎൽഎ ഓഫീസ് മാർച്ച് നടത്തിയിരിക്കുന്നത്. എൻഡിഎ നിയോജക മണ്ഡലം കൺവീനർ എം.എൻ. മധു, നിയോജക മണ്ഡലം ഇൻചാർജ് ഇ.ടി. നടരാജൻ, ബി.ഡി.ജെ.എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം.എ. വാസു, 2020 ജില്ലാ കോർഡിനേറ്റർ പി.വൈ. എബ്രഹാം, ജെ.എസ്.എസ് മണ്ഡലം പ്രസിഡന്റ് ശശി ഇലഞ്ഞി, ബി.ജെ.പി ജില്ലാ ഭാരവാഹികളായ വി.എസ്. സത്യൻ, എം. ആശിഷ്, സിജു ഗോപാലകൃഷ്ണൻ, അംബിക ചന്ദ്രൻ, ഷീജ പരമേശ്വരൻ, റോയ് എബ്രഹാം, 2020 കോർഡിനേറ്റർ ജി.ബി. എബ്രഹാം, ബി.ജെ.പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി.എസ്. അനിൽകുമാർ, ലിൻഡോ വിൽസൺ, കെ.എസ്. പ്രദീപ്, ടി.ജി. അജികുമാർ, മുനിസിപ്പൽ കൌൺസിലർ ഉണ്ണി വല്ലയിൽ, 2020 മണ്ഡലം പ്രസിഡന്റ് രാജു തുടങ്ങിയവർ സംസാരിച്ചു. 6 മീറ്ററായിട്ട് ചുരുക്കിയിട്ട് ആ റോഡ് പോലും എംഎൽഎക്ക് ഇതേവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് 6 മീറ്റർ ആക്കിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇരു സൈഡിലും അദ്ദേഹത്തിന്റെ വോട്ടർമാരാണെന്നാ പറയുന്നത്. വീതി കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഈ പിറവം നിയോജക മണ്ഡലത്തില് 6ഓളം റോഡുകള് ഈ എംഎൽഎ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ വ്യക്തമായിട്ട് തെളിവുകൾ തരാം ഇവിടുത്തെ പത്രക്കാർക്ക്. ഇനിയും ഈ എംഎൽഎ ഇവിടെ ജയിപ്പിച്ചാൽ പിറവം വിട്ട് ഇവിടുത്തെ നിവാസികൾ പോകേണ്ട ഒരു ഗതികേടിലേക്ക് വരുത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ പിറവം. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.